ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ 31 അംഗങ്ങളുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കും. 3 മാസത്തെ കാലാവധിയാകും JPC-ക്ക് ഉണ്ടാവുക. JPC-ക്ക് വിടുന്നതായുള്ള പ്രമേയം നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ നാളെ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി ടെലിഫോണിൽ ചേരുന്നു. ബൽറാം, പറയൂ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ല് JPC-ക്ക് വിടാനുള്ള തീരുമാനം നേരത്തെ തന്നെ സർക്കാർ എടുത്തിരുന്നു. സഭയിലും ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബില്ല് അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. എന്നാൽ JPC-ക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്ന് അവതരിപ്പിച്ചിട്ടില്ല. അത് JPC അംഗങ്ങൾ അടക്കമുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായ ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നാണ് നിയമമന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച വിവരം എന്നുള്ളത്. ഈ JPC-യിൽ 31 അംഗങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം തന്നെ BJP-യുടെ മുതിർന്ന നേതാക്കളടക്കം ഈ സമിതിയിൽ ഉണ്ടാകും. കൂടാതെ ഈ സമിതിയുടെ കാലാവധി എന്നുള്ളത് 90 ദിവസം, അതായത് 3 മാസത്തെ കാലാവധിയായിരിക്കും ഈ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഉണ്ടാകുക എന്നുമാണ് നിയമമന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. JPC-ക്ക് വിട്ടുകൊണ്ടുള്ള പ്രമേയം നാളെ തന്നെ പാർലമെന്റിൽ ഉണ്ടായേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്.